ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം മാസങ്ങൾ നീണ്ടുപോയപ്പോൾ ഇനിയും യുദ്ധം അവസാനിക്കാതെ ലോകരാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുകയും ഒരുപാട് പേർ മരിച്ചു വീഴുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത് 3 പട്ടാളക്കാരെയാണ്. ഇതിനൊരു തിരിച്ചടിയായി അമേരിക്ക കളത്തിലിറങ്ങുമോ? ഹൂതികളും ഹമാസും ഇറാനും ഇസ്രായേലും അമേരിക്കയും നേർക്കുനേർ ഉള്ളൊരു യുദ്ധം ഇനി ലോകരാജ്യങ്ങൾ കാണേണ്ടി വരുമോ? അതോടൊപ്പം റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ആരുടെ കൂടെ നിൽക്കും? അതോ യുദ്ധം അവസാനിക്കാനുള്ള ചർച്ചകൾ നടത്തുമോ? ഇന്ന് യുദ്ധം കൂടുതൽ വഷളാകുമ്പോൾ വെടിയുടെ പുകയുടെ പൊടിപൂരം ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഭൂമിയെ തന്നെ ഇത് തകർക്കുമോ? യുദ്ധം ഇനി എന്ന് അവസാനിക്കും? അതോ ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ചവിട്ടുപടിയോ? ഒരു വശത്തിൽ ഹമാസിനെ ഇസ്രായേൽ തകർക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഹൂതികളും ഇറാനും ഇസ്രായേലിന് ഭീഷണിയായി വരുന്നു. ഇറാന്റെ മിലിറ്ററി ഓഫീസറിനെ ഇസ്രായേൽ കൊന്നെങ്കിലും ഇത് ഇറാനെ കൂടുതൽ ദേഷ്യത്തിലെത്തിച്ചു. ഇസ്രായേലിനെ തകർക്കുമെന്ന വാശിയോടെ ഉറച്ചു നിൽക്കുന്നു. ഇനി ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? ആര് ജയിക്കും? ആര് തകരും? അതോ ഇത് ഭൂമിയുടെ അവസാനമോ? കാത്തിരുന്ന് കാണാം. കഥ അവസാനിക്കുന്നില്ല, ചോദ്യങ്ങൾ തീരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ കഥ തുടരും. അവസാന ശ്വാസവും പുറത്തേക്ക് വിട്ട് മണ്ണിനോട് ചേരുന്ന ഓരോ മനുഷ്യർക്കും അവരുടെ ആത്മാക്കൾക്കും സമർപ്പിക്കുന്നു. മരിച്ചതിന് ശേഷം അവർ ചിന്തിക്കുന്നുണ്ടാകും, തമ്മിൽ തല്ലിയിട്ട് തകർക്കാൻ നോക്കിയിട്ടും ഒരു കാര്യവുമില്ല. സ്നേഹമാണ് വലുതെന്ന സത്യം മരിച്ചതിന് ശേഷമേ മനസ്സിലാകൂ. അതുവരെ നിങ്ങൾക്കത് മനസ്സിലാകില്ല. കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കുമെന്നത്. കാണുക തന്നെ ചെയ്യാം.